ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമ്മളെല്ലാവരും പൊറോട്ട കഴിക്കുന്നവരല്ലേ. അപ്പോൾ പൊറോട്ടയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ചോറ്, അതിനോടൊപ്പം തന്നെ അതേ സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചോറ് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് അളന്നെടുത്ത അതേ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ചോറിലേക്ക് 2 കപ്പ് മൈദ, അതേപോലെ 2 കപ്പ് ചോറിലേക്ക് 4 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അത്യാവശ്യം വലിയൊരു ഉരുളകളാക്കി നമ്മളൊന്ന് ഇതേപോലെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ഉരുട്ടി ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനിതാ ഒരു ഉരുളെടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൈവച്ച് നല്ല പോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരല്പം പൊടി തൂവിയിട്ട് നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചോറ് ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതേപോലെ ഒരു കുഴൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരല്പം മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് 2 വശവും കൂടെ ഒന്ന് മടക്കിയെടുക്കുക. നമ്മൾ 2 വശം ഒന്ന് മടക്കിയതിന് ശേഷം ഒരല്പം എണ്ണയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് ഒരല്പം മൈദപ്പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 വശവും കൂടെ നമ്മളൊന്ന് മടക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 വശവും കൂടെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഒരല്പം മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണ്ട, നമുക്കിത് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു കോയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം റെഡിയായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 വശവും നമുക്ക് നെയ്യോ എണ്ണയോ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് പൊന്തി പൊള്ളച്ച് വരും. അതുവരെ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഐറ്റങ്ങൾ റെഡിയാക്കി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല നല്ല ലെയറുകളായിട്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുക. നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുന്നവരല്ലേ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വെന്ത് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരെണ്ണം നമ്മളിവിടെ റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ്. നമ്മൾ പൊറോട്ട ബീഫ് കറിയൊക്കെ കഴിക്കുന്ന പോലെ
അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം. നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ഒട്ടും പറയില്ല. അതേപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമ്മൾ ചോറ് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കിട്ടുകയും ചെയ്യും. കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.